നമ്മുടെ ഇന്നത്തെ സെഷന്റെ അവസാനം കഥ പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അനിത രഞ്ജിത്ത് ആണ്. അനി ചേച്ചി എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അനിത രഞ്ജിത്ത് കടലക്കടലാസിന്റെ ഫൗണ്ടർ മെമ്പർ കൂടിയാണ്. അപ്പോൾ അനി ചേച്ചിയുടെയും ഒരുപാട് കോർഡിനേഷന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം അരങ്ങേറുന്നത്. അപ്പോൾ അനിത ചേച്ചി തൃശ്ശൂർ ബേസ്ഡ് ആണ്. അനി ചേച്ചി പറയുന്ന കഥ ഇതാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം, അവിടുത്തെ ഗ്രാമവാസികൾ, ഗ്രാമമുഖ്യൻ. ഒരു കഥ പറയാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഇതിനുള്ളത്? നമുക്ക് കേൾക്കാം. മാർബിളിൽ മുളച്ച മരങ്ങൾ എന്ന കഥയിലൂടെ പ്രസന്റേഷൻ ചെയ്യുന്നത് അനിത രഞ്ജിത്ത്. ഓവർ ടു യു അനി ചേച്ചി. താങ്ക് യു സന്ധ്യ. മാർബിളിൽ മുളച്ച മരങ്ങൾ, അതാണ് ഇന്നത്തെ കഥയുടെ പേര്. മാർബിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സൗന്ദര്യത്തിന്റെയും റൊമാൻസിന്റെ ഒക്കെ കുറെ പ്രതീകങ്ങളാണ് മനസ്സിൽ വരിക, അല്ലെ? താജ്മഹൽ ഉണ്ട്, കുറെ കവിതകളുണ്ട്, പാട്ടുകളുണ്ട്, ശില്പങ്ങളുണ്ട്. ആർഭാടത്തിന്റെയും ആഡംബരത്തിന്റെയും റൊമാൻസിന്റെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ അവസാന വാക്കാണ് മാർബിൾ എന്നാണ് നമ്മൾക്കൊക്കെ, ആ രീതിയിലാണ് നമ്മൾ ആ വാക്കിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാവർക്കും അങ്ങനെയല്ല. പ്രത്യേകിച്ചും പിപ്പലാന്ത്രിക്കാർക്ക് തീരെയല്ല. രാജസ്ഥാനിലെ ഒരു കൊച്ചു ഗ്രാമമാണ് പിപ്പലാന്ത്രി. ഉദയ്പൂരിലെ ഒരു മലഞ്ചെരുവിലുള്ള ഒരു ഗ്രാമം. അവിടത്തുകാർക്ക് മാർബിൾ എന്ന് കേട്ടാൽ അത് ഡൈനമൈറ്റിന്റെ ശബ്ദമാണ്, ശ്വാസം മുട്ടിക്കുന്ന പൊടിയുടെ മണമാണ്. നിറയെ മാർബിൾ ക്വാറികളുള്ള ഒരിടമാണ് പിപ്പലാന്ത്രി. ശ്യാം സുന്ദർ പരിവാൾ എന്ന ഒരു പയ്യൻ 11 വയസ്സ് മുതലേ ഈ മാർബിൾ ഖനികളിൽ ഒന്നിൽ ജോലിക്ക് കയറിയതാണ്. ഓരോ വർഷം കഴിയുന്തോറും ഈ മാർബിൾ ക്വാറികളുടെ വിസ്താരം കൂടി വരുമ്പോൾ പിപ്പലാന്ത്രിക്ക് അത് കാരണം വരുന്ന മാറ്റങ്ങൾ ഈ കൊച്ചു ശ്യാം സുന്ദർ കാണുന്നുണ്ട്. മരങ്ങളില്ലാതെ ആവുന്നു. മരങ്ങൾ നഷ്ടപ്പെടുന്നതിനോടൊപ്പം കുഴൽ കിണറുകളിലെ വെള്ളം താഴ്ന്നു താഴ്ന്നു വരുന്നു. അസുഖങ്ങളും ശ്വാസം മുട്ടും അത്തരം പ്രശ്നങ്ങളൊക്കെ കാരണം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി നാട് വിട്ടുപോകുന്ന ഗ്രാമീണരും. ശ്യാം സുന്ദറിന്റെ കൊച്ചു മനസ്സ് ഇതൊക്കെ കണ്ട് വേദനിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇതിനൊരു പരിഹാരമായിട്ട് ചെയ്യണം, എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ മാർബിൾ ഖനികൾ ഉള്ളിടത്തോളം കാലം ഈ ഗ്രാമത്തിനെ രക്ഷിക്കാൻ കഴിയില്ല. മരങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ചിന്ത മാർബിൾ ഖനിയെ പറ്റിയോ അല്ലെങ്കിൽ പരിസ്ഥിതിയെ പറ്റിയോ മാത്രമല്ല അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ നാട്ടില് ഒരു കുട്ടി ജനിച്ചാൽ, അത് പെൺകുട്ടിയാണെങ്കിൽ അയ്യോ എന്ന് നിലവിളിക്കുന്ന അമ്മമാരും വയറ്റാട്ടികളും. ആ കുഞ്ഞ് വലുതാവുന്നതിന് മുന്നേ തന്നെ, ജനിച്ച ഉടനെ തന്നെ അതിനെ ഇല്ലാതാക്കുന്നതിൽ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത സ്ത്രീകൾ. ഇതും അവന്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട കുട്ടിയാണ് ശ്യാം സുന്ദർ. എങ്ങനെയാണ് അമ്മമാർക്ക് ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് എന്ന് അവന് ആശ്ചര്യപ്പെട്ടു. ഈ കൊച്ചുകുട്ടികൾ, രക്ഷപ്പെട്ടു വരുന്ന കൊച്ചു പെൺകുട്ടികളാവട്ടെ, ചെറുപ്പത്തിലെ തന്നെ അവരെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുന്നുമുണ്ട്. സ്ത്രീധന പിശാച് എന്ന ബാധയുള്ള ഇടമായിരുന്നു പിപ്പലാന്ത്രി, മറ്റു പല ഗ്രാമങ്ങളെയും പോലെ. ഇതിനും എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റണ്ടേ? ഈ ചിന്തകൾ അവന്റെ മനസ്സിൽ തഴച്ചു വളർന്നു. ശ്യാം സുന്ദർ വലുതായി, വിവാഹിതനായി. ശ്യാം സുന്ദറിനും ഭാര്യ അനിതയ്ക്കും ഒരു കുട്ടി ജനിച്ചു, പെൺകുട്ടി. ഇവർ അയ്യോ എന്നൊന്നും നിലവിളിച്ചില്ല. പകരം അവരുടെ ജീവിതത്തിലേക്ക് വന്ന വെളിച്ചത്തിന്റെ ഒരു കിരണമായി കണ്ട് ആ കുഞ്ഞിന് കിരൺ എന്ന് തന്നെ പേരിട്ടു. കിരണിന് താഴെ വീണ്ടും 2 കുട്ടികളും കൂടെ ശ്യാം സുന്ദറിനും അനിതയ്ക്കും ഉണ്ടായി. അവർ 3 കുട്ടികളെയും വളർത്തി, വിദ്യാഭ്യാസം കൊടുത്തു, സ്കൂളിൽ വിട്ടു. ജനങ്ങളുടെ പ്രശ്നത്തിലൊക്കെ വളരെ നേരോടെയും നന്മയോടെയും ഇടപെടുന്ന ഒരാളായിരുന്നു ശ്യാം സുന്ദർ. അതുകൊണ്ട് ആളുകൾക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനമായിരുന്നു. അവർ അദ്ദേഹത്തെ ഗ്രാമമുഖ്യനായി തെരഞ്ഞെടുത്തു, സർപഞ്ച്. സർപഞ്ച് ആയതോടുകൂടി ശ്യാം സുന്ദറിന് ഒരു ഉണർവ് വന്നു.
എത്ര കാലത്തെ ആഗ്രഹങ്ങളാ, എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാനുള്ളത് ഇവിടെ. അതിനൊക്കെ ഇപ്പൊ അധികാരം കയ്യിലുണ്ടല്ലോ, ഇനി അതിനൊക്കെ എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹം അരയും തലയും മുറുക്കി ഇറങ്ങി. പക്ഷേ അധികം താമസിയാതെ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു കൊച്ചു ഗ്രാമത്തിലെ കൊച്ചു മുഖ്യന് മാർബിൾ ക്വാറികൾ എന്ന തിമിംഗലത്തിന്റെ എതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ സ്ത്രീധനം എന്ന പിശാചിനെതിരെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന് മനസ്സാകെ നൊമ്പരപ്പെട്ടു, നിരാശനായി. വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. മാർബിൾ ക്വാറികളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് പിപ്പലാന്ത്രിയെ പച്ചപിടിപ്പിക്കണമെന്നായിരുന്നു ശ്യാമസുന്ദറിന്റെ ആഗ്രഹം. ആ ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം കുഴിച്ചു മൂടി. പിന്നെ എന്ത് ചെയ്യാനൊക്കും ഒരു ഗ്രാമമുഖ്യൻ എന്ന നിലയിൽ? ആളുകളുടെ സാധാരണ പ്രശ്നങ്ങളെ കാലതാമസമൊന്നുമില്ലാതെ വേഗം തന്നെ തീർത്തു കൊടുക്കുക, ഇത്രയേ ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അത്തരം കർത്തവ്യങ്ങളിൽ മുഴുകി. 2007 ആ വർഷത്തെ വേനൽ വളരെ കഠിനമായിരുന്നു. കുഴൽക്കിണറുകളെല്ലാം വറ്റി വരണ്ടു. ഒരു തുള്ളി വെള്ളമില്ലാതെ ആളുകളും കന്നുകാലികളും ഒക്കെ ചത്തൊടുങ്ങി തുടങ്ങി. ഗവൺമെന്റ് ഏർപ്പാടാക്കിയ വാട്ടർ ട്രെയിൻ വഴി വന്നിരുന്ന വെള്ളം ഒന്നിനും മതിയാവുമായിരുന്നില്ല. ആ ഓഗസ്റ്റ് മാസം ശ്യാംസുന്ദറിന്റെ മകൾ കിരണിന് 16 വയസ്സാണ്. അവൾ ഒരു ദിവസം സ്കൂള് വിട്ടു വന്നപ്പോ കടുത്ത വയറുവേദന, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. കുഴഞ്ഞു വീണ കിരണിനെ വാരിയെടുത്ത് ശ്യാംസുന്ദറും അനിതയും ആസ്പത്രിയിൽ എത്തിച്ചെങ്കിലും ആർക്കും അവളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഡീഹൈഡ്രേഷനും സൺസ്ട്രോക്കും കാരണം ആ പെൺകുട്ടി മരിച്ചു. അത് ശ്യാംസുന്ദറിന് ഒട്ടും തന്നെ താങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ചുരുണ്ടുകൂടി ഒരു മൂലയിൽ. സങ്കടം മാത്രമായിരുന്നില്ല, ദേഷ്യവും അവനവനോടുള്ള ഒരു അവജ്ഞയും എല്ലാം കൂടി ചേർന്ന് ഒരു നരകക്കുഴിയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു അനുഭവമായിരുന്നു ശ്യാംസുന്ദറിന്. സർപ്പഞ്ചാണത്രേ, സർപ്പഞ്ച്. എന്ത് കാര്യമുണ്ട് സ്വന്തം മകളെ രക്ഷിക്കാൻ പറ്റിയോ? എന്ത് കാര്യമുണ്ട് പിന്നെ ഈ അധികാരമൊക്കെ കയ്യിൽ വെച്ചിട്ട്? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. മാർബിൾ ഖനികളെ പൂട്ടിക്കെട്ടിക്കും, അത് കഴിഞ്ഞ് പിപ്പലാന്ത്രിയെ പച്ചപിടിപ്പിക്കും, ഇവിടെ നിറയെ പെൺകുട്ടികൾ ഓടി നടക്കും. ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഒന്നും കഴിയില്ല, സാധിക്കില്ല. മനസ്സിൽ ഒരു തരി കിരണം വന്ന് വീണ പോലെ അദ്ദേഹത്തിന് തോന്നി. സാധിക്കില്ലേ? സാധിക്കില്ലേ? സാധിക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ സാധിക്കും. അദ്ദേഹത്തിന്റെ തലയ്ക്കകത്താകെ വെളിച്ചം നിറയുന്ന പോലെ തോന്നി. ധരിച്ചിരുന്നു. ആ ദിവസം അന്നേ രാത്രി ശ്യാംസുന്ദർ ഉറങ്ങിയതേയില്ല. അടുത്ത ദിവസം ഗ്രാമവാസികൾ അവരെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. മകളുടെ മരണം നൊന്ത് ചുരുണ്ടുകൂടിയിരുന്നിരുന്ന ഗ്രാമമുഖ്യനുണ്ട്, അത് ആ തല നിവർത്തിപ്പിടിച്ച് ഉറച്ച കാൽവയ്പുകളോടെ പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവരെല്ലാവരും അദ്ദേഹത്തിന്റെ പുറകെ കൂടി. ശ്യാംസുന്ദർ നേരെ പിപ്പലാന്ത്രയുടെ ഒരു ഭാഗത്ത് ചെന്ന് കയ്യിലുണ്ടായിരുന്ന കൈക്കോട്ട് കൊണ്ട് ഒരു കൊച്ചു കുഴിയെടുത്തു. മറ്റേ കയ്യിലുണ്ടായിരുന്ന കടമ്പ് വൃക്ഷത്തിന്റെ തൈ ആ കുഴിയിൽ നട്ടു. കയ്യിൽ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു, ഒരു കപ്പ്. ആ കപ്പിനകത്ത് പിപ്പലാന്ത്രക്കാർ രത്നങ്ങളെക്കാൾ വിലമതിക്കുന്ന വസ്തുവാണ്, കുറച്ച് വെള്ളം. ആ വെള്ളം ആ കടമ്പ് തൈയുടെ താഴെ അദ്ദേഹം ഒഴിച്ചു കൊടുത്തു. അത് കണ്ടതോടെ ഗ്രാമവാസികളെല്ലാം പരസ്പരം നോക്കി. പാവം, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നൊരു ഭാവമായിരുന്നു അവരുടെ മുഖത്ത്. 2 ദിവസം കൊണ്ട് ശരിയായിക്കോളും എന്ന് കരുതിയിരുന്നവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും അതിനടുത്ത ദിവസവും ശ്യാംസുന്ദർ പതിവായി വന്ന് ഈ കടമ്പ് തൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുകൂടാതെ കൂടുതൽ മരത്തൈകൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. അത് കണ്ടപ്പോ അവിടുത്തെ മുതിർന്നവരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അടുത്തു വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, ഗുണദോഷിച്ചു. ആകപ്പാടെ കിട്ടുന്ന 3-4 തുള്ളി വെള്ളം നിലത്തൊഴിച്ച് കളയരുത് അവരുപദേശിച്ചു. ശ്യാംസുന്ദർ അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഞാനൊരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, എല്ലാവരും വരണം. അദ്ദേഹം വീട്ടിലേക്ക് പോയി. മീറ്റിംഗോ? എന്ത് മീറ്റിംഗ്? ആളുകളുടെ അമ്പരപ്പ് വർദ്ധിച്ചു. എന്തൊക്കെയായി നടക്കുന്നത്? വൈകുന്നേരം പറഞ്ഞ സമയമായപ്പോഴേക്കും മീറ്റിംഗ് ഹാൾ നിറയെ ആളുകളുണ്ടായിരുന്നു.
ശ്യാം സുന്ദർ എഴുന്നേറ്റു. ഈ ഗ്രാമത്തിലെ സർപ്പഞ്ചായപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഈ മാർബിൾ ഖനികളുടെ പ്രവർത്തനം നിർത്തിച്ച് ഈ ഗ്രാമത്തിനെ ഒന്ന് പച്ച പിടിപ്പിക്കണം, നിറയെ മരങ്ങൾ വേണം, നിറയെ വെള്ളം വേണം, ഇങ്ങനെയെല്ലാം എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഈ സ്ത്രീധനം എങ്ങനെയെങ്കിലും ഒന്ന് തടഞ്ഞ് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് വളരാനും വിദ്യാഭ്യാസം നേടാനും പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒന്നും സാധിച്ചില്ല. ഇതെല്ലാം എനിക്ക് സാധിക്കും എന്നെനിക്ക് മനസ്സിലാകാൻ എൻ്റെ മകൾ എന്നെ വിട്ടുപോകേണ്ടി വന്നു. മാർബിൾ ഖനികളെ എനിക്ക് ഒതുക്കി നിർത്താൻ കഴിയില്ല. അത്രയ്ക്ക് പവർ എനിക്കില്ല, അധികാരം എനിക്കില്ല. പക്ഷേ മാർബിൾ ഖനികൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് മരങ്ങൾ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയില്ലേ? കഴിയും. കുറച്ച് ബുദ്ധിമുട്ടും. തുടക്കത്തിൽ അതിന് വെള്ളം കൊടുക്കാൻ നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടും. ബുദ്ധിമുട്ടിയിട്ടായാലും വെള്ളം കൊടുത്ത് ആ മരങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ പിന്നീട് നമുക്കും അവർക്കുമുള്ള വെള്ളം ആ മരങ്ങളുടെ വേരുകൾ തന്നെ സംഭരിച്ചു തരും. അതുകൊണ്ട് സർപ്പഞ്ച് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഇനി മുതൽ ഇവിടെ ഓരോ പെൺകുഞ്ഞ് ജനിക്കുമ്പോഴും നമ്മൾ 111 വൃക്ഷത്തൈകൾ നടും. അതിന് വെള്ളമൊഴിച്ച് അതിനെ വളർത്തും. ഇത് മാത്രമല്ല എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. സ്ത്രീധനം, അത് ഭയന്നാണല്ലോ നമ്മുടെ നാട്ടിൽ പെൺകുഞ്ഞുങ്ങൾ ഇല്ലാണ്ടാവുന്നത്. പക്ഷേ സ്ത്രീധനത്തിനെ ഇല്ലാതാക്കുന്നതിന് പകരം സ്ത്രീധനത്തെ കുറിച്ചുള്ള പേടി ഇല്ലാതാക്കി തരാൻ എനിക്ക് സാധിക്കും. അതിനുള്ള ഒരു വഴിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി മുതൽ ഓരോ പെൺകുഞ്ഞ് ജനിക്കുമ്പോഴും ആ കുഞ്ഞിന്റെ പേരിൽ 31,000 രൂപയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരംഭിക്കണം. ഇത് കേട്ട് ഗ്രാമവാസികൾ പരസ്പരം നോക്കി. 31,000 രൂപയോ? ശ്യാംസുന്ദർ തുടർന്നു, നിങ്ങൾ ഭയക്കണ്ട. 10,000 രൂപ മാത്രം ഈ കുഞ്ഞിന്റെ വീട്ടുകാർ ഇട്ടാൽ മതി. ബാക്കി 21,000 രൂപ ഗ്രാമം ആ കുഞ്ഞിന് നൽകുന്ന സമ്മാനമാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, 2 നിബന്ധനകളുണ്ട്. ആ കുഞ്ഞിനെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചയക്കാൻ പാടില്ല. രണ്ടാമത്, ആ കുഞ്ഞിനെ പഠിപ്പിക്കണം. അവൾക്ക് എത്ര പഠിക്കണോ അത്രത്തോളം പഠിപ്പിക്കണം. പഠിച്ചു കഴിഞ്ഞ് അവൾ വിവാഹിതയാകുമ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ടിരിക്കുന്ന മുതലും പലിശയും ചേർന്ന തുക അവൾക്കുള്ള സമ്മാനമായിട്ട് തരും. ഇത്രയും വലിയൊരു തുക കിട്ടുമ്പോൾ സ്ത്രീധനത്തിനെ പിന്നെ നിങ്ങൾ ഭയക്കണോ? അതിന്റെ ആവശ്യമില്ലല്ലോ. ആളുകൾ പരസ്പരം നോക്കി. പ്രതീക്ഷിച്ച് ശീലമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഈ കേൾക്കുന്നതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നടക്കുമോ എന്ന് പെറുപെറുത്തുകൊണ്ട് ആളുകൾ പിരിഞ്ഞുപോയി. പക്ഷേ പിന്നീട് വന്ന ദിവസങ്ങൾ ശ്യാംസുന്ദർ വെറും വാക്ക് പറയുകയായിരുന്നില്ല എന്ന് തെളിയിച്ചു. അവിടെ ജനിച്ച ഓരോ പെൺകുഞ്ഞിന്റെയും പേരിൽ 31,000 രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. ആ വീടുകളിലെ ആളുകളുടെ സന്തോഷവും ആശ്വാസവും വളരെ വേഗം ബാക്കി വീടുകളിലേക്കും പടർന്നു പിടിച്ചു. ഓരോ കുഞ്ഞ് ജനിച്ചപ്പോഴും, ഓരോ പെൺകുഞ്ഞ് ജനിച്ചപ്പോഴും ആ കുഞ്ഞിന്റെ പേരിൽ 111 വൃക്ഷത്തൈകൾ നട്ടു. കഷ്ടിച്ച് പിടിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവരതിന് വെള്ളം ഉണ്ടാക്കി നനച്ചു കൊടുത്ത് വളർത്തി, വാടിപ്പോവാതെ ഉണങ്ങിപ്പോവാതെ വളർത്തിക്കൊണ്ടുവന്നു. 2007 തുടങ്ങിയ ഈ ഇക്കോ ഫെമിനിസത്തിന്റെ പ്രസ്ഥാനം 17ാം വർഷത്തിലെത്തി നിൽക്കുകയാണ് ഇന്ന്. ഇന്ന് പിപ്പലാന്ത്രി പഴയ പിപ്പലാന്ത്രി അല്ല. നമ്മൾ പിപ്പലാന്ത്രിയിലേക്ക് ചെന്നാൽ ആ ഗ്രാമത്തിന്റെ വാതിൽക്കൽ തന്നെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ഈ വർഷം ഇതുവരെ ജനിച്ച പെൺകുട്ടികളുടെ പേരുകളാണ് ആ ബോർഡിൽ. അതിനകത്തേക്ക് നടക്കുമ്പോൾ, ഗ്രാമത്തിനകത്തേക്ക് നടക്കുമ്പോൾ അകലെ നിന്ന് ഡൈനമൈറ്റ് പൊട്ടുന്ന ശബ്ദം കേൾക്കാമെങ്കിലും അത് പെൺകുട്ടികളുടെ കളികളുടെയും ചിരികളുടെയും ശബ്ദത്തിൽ മുങ്ങിപ്പോവുകയാണ്. സ്കൂള് വിട്ട് നടന്നു വരുന്ന കുട്ടികൾ നിറയെ വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ ഇടയിലൂടെ ഓടി അവരവരുടെ മരങ്ങളെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ദേ എന്റെ മരം, നിന്റെ മരം എവിടെ? എങ്ങനെ ചോദിച്ച് ഓടിക്കളിക്കുന്നു. മരങ്ങളുടെ പിന്നിൽ ഒളിച്ചു കളിക്കുന്നു. മരങ്ങൾക്ക് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഹോംവർക്ക് ചെയ്യുന്നു. എല്ലാ മരങ്ങളുടെ മേലെയും ചരടുകൾ കെട്ടിയിരിക്കുന്നത് കാണാം. ഈ പെൺകുട്ടികൾ ഓരോ വർഷവും കെട്ടിക്കൊടുക്കുന്ന രാഖിയാണ്. അങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് ആ മരവുമായിട്ടുള്ള ബന്ധം എന്നും നിലനിർത്താൻ വേണ്ടി അവര് കണ്ടുപിടിച്ച ഒരു മാർഗമാണത്.
അത് മരങ്ങൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു കടമ്പ വൃക്ഷത്തിന്റെ താഴെ ചാരിയിരിക്കുന്ന ഒരാളെ കാണാം. മറ്റാരുമല്ല, ശ്യാംസുന്ദർ പരിവാളാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോൾ കിരണിനോട് സംസാരിക്കാൻ അദ്ദേഹം എത്തും. എന്തൊക്കെ വിശേഷങ്ങളാ പറയാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ നടക്കുകയല്ലേ. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും അടുത്ത് ഇക്കോ ഫെമിനിസത്തിന്റെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, പത്മശ്രീ പോലുള്ള മറ്റ് പല ബഹുമതികളും അദ്ദേഹത്തെ തേടി വരുന്നത്, പിപ്പലാന്ത്രിയെ പോലെ ആകാൻ ശ്രമിക്കുന്ന മറ്റ് 100 കണക്കിന് മറ്റ് ഗ്രാമങ്ങളിൽ ഓടിയെത്താൻ പറ്റാത്തതിന്റെ വേവലാതിയെപ്പറ്റി, രാജസ്ഥാനിലും ഡെൻമാർക്കിലും സ്കൂൾ പാഠപുസ്തകങ്ങളുടെ ഭാഗമായി പിപ്പലാന്ത്രി ഇടം പിടിച്ചതിനെ പറ്റി, അർജന്റീനയിലും ഇന്ത്യയിലും പിപ്പലാന്ത്രിയെ കുറിച്ച് നിർമ്മിക്കുന്ന സിനിമകളെ പറ്റി. കഴിഞ്ഞില്ല, ഇതൊരു ലിസ്റ്റിന്റെ തുടക്കമാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. കിരൺ ഇതെല്ലാം കാറ്റത്ത് തലയാട്ടി നിന്ന് കേൾക്കും. അവൾ ഇതൊക്കെ മുമ്പേ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. കിരണിനോടൊപ്പം തലയാട്ടി നിൽക്കാൻ പിപ്പലാന്ത്രി മലഞ്ചെരുവിൽ ഇന്ന് 3,50,000-ൽ പരം മരങ്ങളാണുള്ളത്. പിപ്പലാന്ത്രി ഇപ്പോൾ വെറും പിപ്പലാന്ത്രി അല്ല, പിപ്പലാന്ത്രി വനമാണ്. ഈ വൃക്ഷങ്ങളെല്ലാം ഒരു കുഞ്ഞ് ജനിച്ചപ്പോ നട്ട 111 വൃക്ഷങ്ങൾ മാത്രമല്ല. ഓരോ വീട്ടിലും ഒരു മരണം നടക്കുമ്പോൾ ആ വീട്ടുകാർ 11 മരങ്ങൾ വീതം നടും. ഓരോ പെൺകുട്ടിയും വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ചിട്ടാണ് അവൾ പോകുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സമൂഹം ഒന്നിച്ചു വരുന്ന 3 സന്ദർഭങ്ങളാണിത്, അല്ലെ? ജനനം, വിവാഹം, മരണം. ഈ 3 സന്ദർഭങ്ങളുടെയും സ്മരണകളെ മരവും വെള്ളവുമാക്കി മാറ്റുന്ന രാസവിദ്യ, അതാണ് പിപ്പലാന്ത്രി. നല്ല ഒരു സ്റ്റോറിയാണ്. കാരണം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. നമ്മള് ആ ഒരു അയാൾ തളർന്നു പോകാതെ ആ ഒരു ഗ്രാമത്തെ തന്നെ പുനരുജ്ജീവിപ്പിച്ചു, ലോകത്തിന് തന്നെ വഴികാട്ടിയായി കൊടുത്തു. ഇതുപോലെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തില്. പക്ഷെ ഇതൊരു ശരിക്കും നമുക്ക് ആ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും അങ്ങനെ ഞാനിത് ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇത് എൻ്റെ കുട്ടികൾക്ക് സ്കൂളിൽ ഇത് കേൾപ്പിച്ചു കൊടുക്കണമല്ലോ എന്നാണ്. കാരണം അവർക്ക് അതൊക്കെ ഒരു കുട്ടികൾക്ക് നമ്മൾ ആ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ സ്മാർട്ട് ക്ലാസ്സിൽ ഈ ഒരു കഥ കാണിച്ചു കൊടുക്കണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവർക്ക് ആ കാണുന്നതിൽ ആരെങ്കിലും ഒരാൾ, കുറച്ചു പേരെങ്കിലും ഇതുപോലെ ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ അത് വലിയ കാര്യമാണ്. അത് ഒരു നഷ്ടം സംഭവിച്ചപ്പോഴാണ് ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായത്. അതെ, അതുപോലെ നമ്മൾ വേറെയും കഥകൾ കേട്ടിട്ടുണ്ട്. എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. മൗണ്ടൻ മാൻ എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലും ഒരാൾ തന്റെ ഭാര്യ ആസ്പത്രിയിൽ എത്തിക്കാൻ പറ്റാതെ മരിച്ചപ്പോ അയാൾ ഒറ്റയ്ക്ക് അയാളുടെ ശേഷമുള്ള ജീവിതം മുഴുവനും ഒരു മലയ്ക്ക് കുറുകെ ഒരു മലയിലൂടെ ഒരു വഴി വെട്ടുന്ന ഒരു കഥയാണത്. ശരിക്കും ജീവിച്ചിരുന്ന ആള് തന്നെ. ഇത് അതുപോലത്തെ വേറൊരു കഥ നമ്മുടെ നാട്ടിലും ഉണ്ടാവും. ഇതുപോലെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും, കാടുവെച്ചുപിടിപ്പിക്കുന്നവരും. അതെ അതെ അതെ. ആ മരുഭൂമിയിൽ എന്താ ആ പേര് ഞാൻ മറന്നുപോയി. ആ മരം വെച്ചു പിടിപ്പിക്കുന്നത്, മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീകൾ അതിനെ കെട്ടിപ്പിടിച്ചു നിന്നതും ആ ഒരു കഥ. ചിപ്കോ അത് തന്നെ, ചിപ്കോ മൂവ്മെന്റ്. അതന്നെ. ഇത് ഇങ്ങനെ സൊസൈറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോ ഈ 111 മരങ്ങൾ എന്നുള്ളത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ 111 ട്രീസ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എത്രയാ ഇൻഫർമേഷൻ വരുന്നത് ഇതിനെപ്പറ്റി. ഈ വർഷത്തെ മൺസൂൺ വരുമ്പോ കടലക്കടലാസിലെ ഈ ശ്രോതാക്കൾ എല്ലാവരും ഒരു ചെടിയുമായിട്ട് ലിഫ്റ്റിൽ ഇറങ്ങി താഴെ പോയി ഒരു ചെടി വയ്ക്കുക. That will be a great contribution of this your story narration. ശരിയാ, നമുക്ക് അതൊന്ന് ചെയ്യാമായിരുന്നു. നല്ല സജഷൻ. എല്ലാവരും കൂടെ ഒരിടത്ത് ഒത്തുകൂടി ആ ഒരു വീഡിയോ എടുത്തിട്ട് അത് നല്ലൊരു സജഷനാണ്. കമ്മിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. എല്ലാവരുടെയും സ്റ്റോറി കഴിഞ്ഞു. ദിതി മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. 2 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ എവിടെ എത്തി എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു
സെക്കൻഡ് പോലും ആരെയും ബോറടിപ്പിക്കാതെ ഞാനടക്കം എല്ലാവരും ഇങ്ങനെ നിർത്താണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു നമ്മളെ, അല്ലേ? അത് കേട്ടുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളല്ലാത്ത കുറേ പേരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് സത്യത്തില് ഞങ്ങൾക്ക് ഇത്രയും പ്രചോദനം തന്നത്. ഈ 2013 തുടങ്ങിയ ചെന്നൈ സ്റ്റോറി ടെല്ലിംഗ് ഫെസ്റ്റിവലില് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങള് 2021 അത് ഓൺലൈനായി വന്നത്. ഓരോ കൊല്ലവും ഞാൻ കുറച്ച് വൈകി വന്ന ഒരു മെമ്പറാണ്. പലരും അനി പോലെയുള്ള ആളുകള് തുടക്കം മുതലേ ഉണ്ടായിരുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് പാഷനാണ്. തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരാള് മാത്രമേ ഉണ്ടാവുള്ളൂ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് റിട്ടയർഡ് ആയിട്ടിരിക്കണം. ബാക്കി എല്ലാവരും എന്തൊരു തിരക്കുള്ള ആളുകളാണ്. എങ്ങനെയാണ് നമ്മൾ ഇതില് ഓരോ സെഷനുകൾക്കും വേണ്ടിയിട്ട് വരുന്നതെന്നുള്ളത് അസലായിട്ട് അറിയാം. എറിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നു. അതില് ഓരോ കൊല്ലവും കൂടുതൽ ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റെടുക്കുന്ന ആളുകൾ രസികയെ പോലെ അനിയെ പോലെയുള്ള ആളുകളൊക്കെ വളരെ ഡ്രിവൺ ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാവണത്. ഇക്കൊല്ലം അനന്തൻ നമ്മളുടെ കുഞ്ഞു ഗോവിന്ദിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അടുത്ത ലെവലിലുള്ള ആളുകളും കൂടി കടലാസിന്റെ ഗ്രൂപ്പില് വന്ന് ചേർന്ന് കഴിഞ്ഞു. ഇത് ഇനിയും നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൂടുതൽ കഥകളും കൂടുതൽ കഥികരും ആയിട്ട്, അതുകൂടാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എൻജോയ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഞങ്ങളുടെ കൂടെ ഈ 3 മണിക്കൂറിൽ കൂടുതൽ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. വളരെ നല്ലൊരു ജേർണി ആയിരുന്നു ഇത്. സ്റ്റാർട്ടിങ് ഫ്രം അവർ റിഹേഴ്സൽസ് ആൻഡ് കൾമിനേറ്റിംഗ് ഇൻ എ ബ്യൂട്ടിഫുൾ ഇവന്റ്. അത് ഒരു സംശയവും ഇല്ലാണ്ട് നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും വി ക്യാൻ ഫീൽ proud of our passion and our involvement. Okay, thank you very much everyone. Once again participants-ഉം അല്ലാതെ എനിക്ക് സരോജ മുരളി കൃഷ്ണനെ ഞാൻ ആദ്യം മുതലേ തന്നെ പണ്ടേ എന്നുള്ള വാക്ക് തെറ്റ് ഡിലീറ്റ് ചെയ്തു. തുടങ്ങിയപ്പോ മുതൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. I think you were also there in the adult story telling session, അല്ലേ? You are a good listener there. Were you there? Yes. താങ്ക് യു മാം. നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നത്. താങ്ക് യു വെരി മച്ച് all participants. A lovely time we had. Let's have more such sessions. Thank you.